പ്രൂവൺ കൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള തെളിവ് ആദ്യം ഞാൻ പറയാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് എൻട്രോപ്പി എന്ന കൺസെപ്റ്റാണ്. ഈ എൻട്രോപ്പി എന്ന് പറയുന്നത് ഫിസിക്സിലെ തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ ആണ് എൻട്രോപ്പിയെ പറ്റി പറയുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്നത് ക്രമരഹിതാവസ്ഥയുടെ അളവിനെയാണ്. ഇറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസോർഡർ. ഓക്കെ, അപ്പോൾ ഒരു ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ, അതായത് ഒരു തനിയെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് നിൽക്കും. അങ്ങനെയാണ് എൻട്രോപ്പിയുടെ സ്റ്റേറ്റ്മെന്റ്. തെർമോഡൈനാമിക്സിൽ സെക്കൻഡ് ലോ അതാണ് പറയുന്നത്. അതായത് ക്രമരഹിതാവസ്ഥ തന്നെത്താൻ കുറയില്ല, അതാണ് പറയുന്നത്. ഇപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാനൊരു സിമ്പിൾ ഡിസൈൻ പറയുന്നതാണ്. ദൈവാസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ സ്ഥിരമായി കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ വിശ്വാസികൾ പല സിദ്ധാന്തങ്ങളും കൊണ്ടുവന്നിട്ട് ദൈവാസ്തിത്വം തെളിയിക്കാൻ കഴിയാത്തത്? അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളത് ഒരു മനോജന്യ സങ്കല്പമാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോൾ വിശ്വസിക്കാതിരിക്കുന്നോ അതോടുകൂടി ദൈവം ഇല്ലാതെയാവും. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്ന, നമ്മുടെ തലച്ചോറിന്റെ മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സങ്കല്പമാണ് ദൈവം എന്നുള്ളത്. ഇപ്പൊ ഇവിടെ എൻട്രോപ്പി ഉപയോഗിച്ചിട്ടാണ് ഈ സാറ് ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇവിടെ എൻട്രോപ്പി എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻട്രോപ്പിയെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഈ എൻട്രോപ്പി ദൈവത്തിന്റെ ഒരു തെളിവായിട്ട് ഇവർ കൊണ്ടുവരാൻ കാരണം. എൻട്രോപ്പി എന്നതുകൊണ്ട് ദൈവത്തിന് ഒരു തെളിവാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു ലോക്കൽ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ലോക്കൽ ഏരിയ മാത്രം, ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ഒരു ലോക്കൽ ഏരിയ മാത്രം എടുത്തിട്ട് അതിനൊരു ക്ലോസ്ഡ് സിസ്റ്റം ആക്കി കണ്ടിട്ട് അവിടെ എൻട്രോപ്പി കൂടുന്നില്ല അല്ലെങ്കിൽ എൻട്രോപ്പി കുറയുന്നുണ്ട് എന്നുള്ളത് വാദിക്കുന്നത് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോക്ക് എതിരാണത് സത്യത്തിൽ. അതായത് ഒരു ടോട്ടലി ഉള്ള ഒരു സംഭവത്തിന്റെ ഒരു സ്വഭാവം ഒരു ചെറിയൊരു ലോക്കൽ ഏരിയയിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. മറ്റൊന്ന് ഇപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. ഭൂമി പുറത്തുനിന്ന് എനർജി സ്വീകരിക്കുന്നുണ്ട്, എനർജി തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഭൂമി ഒരിക്കലും ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. അതേപോലെ തന്നെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല, അതും പുറത്തുനിന്ന് എനർജി റിസീവ് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസ്ഡ് സിസ്റ്റം അല്ലാത്ത സ്ഥലങ്ങളാണ് ഇവർ ഈ എൻട്രോപ്പി കുറയുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എൻട്രോപ്പി കുറയുന്നതിൻ്റെ ഉദാഹരണമാകുമ്പോൾ അത് ഭൂമി ഒരിക്കലും ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. അപ്പോൾ ടോട്ടൽ പ്രപഞ്ചത്തിന്റെ എൻട്രോപ്പി കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എതിരാവുന്നത്. അപ്പോൾ ടോട്ടൽ പ്രപഞ്ചത്തിന്റെ എൻട്രോപ്പി കുറയുന്നില്ല എന്നുള്ളത് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ ശരിയാണെന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. അതേസമയത്ത് ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ലാത്തൊരു സ്ഥലത്ത് എൻട്രോപ്പി കുറയുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും ഈ തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോക്ക് എതിരല്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ എന്ന് മനസ്സിലാക്കാതെ ഈ ദൈവാസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ദൈവം ഉണ്ടായിരിക്കുകയും ആ ദൈവത്തിന് മനുഷ്യനെ ഞാനുണ്ട് എന്നുള്ളത് അറിയിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ആ പണി സിമ്പിളായിട്ട് ആ ദൈവത്തിന് എടുക്കാൻ കഴിയും. ഇപ്പൊ ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന് എന്തില്ല, മനുഷ്യന് എൻ്റെ അസ്തിത്വത്തെ കുറിച്ച് അറിയണം എന്ന് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ അതിനുള്ള പണി അയാൾ എടുക്കും. ഇതേപോലുള്ള ഈ പൊട്ടന്മാര് കിടന്ന് മെഴുകേണ്ട ആവശ്യം വരൂലായിരുന്നു. അപ്പോൾ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പണി എന്നെ കുറിച്ച് ഈ മനുഷ്യരെ അറിയണ്ടെന്നാണ് ആ ദൈവത്തിന്റെ ആഗ്രഹം.